ഇറാഗുവയിൽ പോയിട്ട് വരാന്ന്. ഇറാഗുവ എന്ന് പറഞ്ഞ തപസ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി തപസ്സിരുന്ന ഏകാന്തവാസം ഇറാഗുവയിൽ. അപ്പം ഇറാഗുവയിൽ നിന്ന് റസൂലുള്ളാഹിക്ക് കിട്ടിയ സന്ദേശം എന്താ? ഇക്റ് അല്ലേ, വായിക്കുക. എന്തിനാ വായിക്കുന്നത്? നമുക്ക് അറിയാനല്ലേ വായിക്കുന്നത്, പഠിക്കാൻ, മനസ്സിലാക്കാൻ അല്ലേ? നീ വായിക്കുക, ഇക്റ് നീ വായിക്കുക. എന്താ വായിക്കുന്നത്? വായിച്ചറിയുക അല്ലേ? എന്താണ് വായിച്ചറിയേണ്ടത്? ഇക്റ് ബിസ്മി റബ്ബിക്കല്ലദി ഖലക്കൽ ഇൻസാന മിൻ ഖലഖ്. ഇക്റ് നീ വായിച്ചറിയുക. ബിസ്മില്ലാഹിയെ വായിച്ചറിയാൻ. ബിസ്മില്ലാഹി കണ്ടിട്ടുണ്ടവൻ? ദൃശ്യമായി കണ്ടിരുന്ന? ഇല്ല. ആ ബിസ്മില്ലാഹിയെ കാണാനും തിരിച്ചറിയാനുമാണ് ഇറാഖുവയിൽ നിന്ന് റസൂലുള്ളാഹിയോട് ആദ്യം പറഞ്ഞത്. എന്നിട്ട് ഇക്റ് നീ വായിച്ചറിയുക. ബിസ്മില്ലാഹിയെ വായിച്ചറിയാനാ പറഞ്ഞത് അല്ലേ? എന്നിട്ട് പറഞ്ഞത് ആ ബിസ്മി അത് റബ്ബിക്കല്ലദി ഖലക്കൽ ഇൻസാന മിൻ ഖലഖ്. ഇൻസാൻ എന്ന് പറഞ്ഞാ മനുഷ്യൻ. റബ്ബിൽ നിന്നുള്ള മാംസപിണ്ഡത്തിലൂടെ ദൃശ്യമായ ഖലക്കൽ എന്ന് പറഞ്ഞാൽ മാംസപിണ്ഡത്തിലൂടെ ബീജത്തിലൂടെ ദൃശ്യമായ ഇൻസാൻ അറിയാനാണ് പറഞ്ഞത്. റസൂലുള്ളാഹിനോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ കാണുന്നുണ്ട് ഇൻസാനെ, മനുഷ്യനെ. ഇൻസാൻ എന്ന് പറഞ്ഞ മനുഷ്യനെ അറിയാനാ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹിയോട് ഇറാഖുവയിൽ ആദ്യം ദൈവം. ബിസ്മില്ലാഹിയെ കണ്ടിരിക്കണോ നിങ്ങൾ? ആദ്യമായിട്ട് ബിസ്മില്ലാഹി ഇറാഖുവയിൽ റസൂലുള്ളാഹി കണ്ട ബിസ്മില്ലാഹിയെ കാണിക്കാം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിലാണ് ഇല്ലേ? മനുഷ്യനെ അറിയാനാ പറഞ്ഞത്. അതാണ് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫഹു. നിങ്ങൾ അറിഞ്ഞാൽ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു. അപ്പം ദൈവം ഇവിടെ ഇരിക്കുന്നത് നിങ്ങളില്ല, അള്ളാഹുവിനെ അറിഞ്ഞു. മൻ അറഫ നഫ്സഹു, എൻ്റെ ശരീരത്തെ ഞാൻ അറിയാം. അപ്പം നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞു. അപ്പം അതാണ് ഇക്റ് ബിസ്മി റബ്ബിക്കല്ലദി ഖലക്കൽ ബീജത്തിൽ മാംസപിണ്ഡത്തിൽ ദൃശ്യമായ ബിസ്മില്ലാഹിയെ അറിയാൻ. അത് ഇൻസാനാണ് ബിസ്മില്ലാഹി.